നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു സമനില കൂടി ലോകകപ്പിൽ. വമ്പന്മാരായ ഉറുഗ്വയെ സൗദി അറേബ്യ സമനിലയിൽ തളച്ചിരിക്കുന്നു. അതൊരു വല്ലാത്ത റിസൾട്ടാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ്. കാരണം ഉറുഗ്വയെ, ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ ഉറുഗ്വയെ സമനിലയിൽ തളയ്ക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പക്ഷേ അത് സൗദി അറേബ്യ ചെയ്തിരിക്കുന്നു. നല്ല അധ്വാനത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തത്. വേറൊരു കാര്യം, മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയത് സൗദി അറേബ്യയാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. സൗദി അറേബ്യ മുന്നിലെത്തി, ഉറുഗ്വയ്ക്കെതിരെ ഒരു ഗോളടിച്ച് മുന്നിലെത്തി. അത് 41-ാമത്തെ മിനിറ്റിൽ അൽ അംറിയാണ് സൗദിയുടെ ഗോളടിച്ച് സൗദിയെ 41-ാമത്തെ മിനിറ്റിൽ മുന്നിലെത്തിച്ചത്. പിന്നീട് ഏതാണ്ട് 40 മിനിറ്റോളം, 39 മിനിറ്റോളം ആ ഒരു ഗോളിൽ സൗദി അറേബ്യ തൂങ്ങി നിന്നു. അത്രയും ആ 80-ാമത്തെ മിനിറ്റ് വരെ സൗദി അറേബ്യ ഒരു ഗോളിന് മുന്നിലായിരുന്നു. ഉറുഗ്വയെ അട്ടിമറിക്കും സൗദി അറേബ്യ എന്ന് വരെ തോന്നുന്ന രീതിയിലായിരുന്നു ആ കളി. പക്ഷേ 80-ാമത്തെ മിനിറ്റിൽ ഉറുഗ്വയ്ക്ക് വേണ്ടി ഉറുഗ്വയുടെ മാനം തിരിച്ചു പിടിച്ചത് അറൗജോ ആയിരുന്നു. അറൗജോയുടെ ഉജ്ജ്വല ഗോളിൽ 80-ാമത്തെ മിനിറ്റിൽ സമനില നേടിയ ഉറുഗ്വ പിന്നീട് അവസാനം വരെ ഇഞ്ചുറി ടൈമിലടക്കം ശക്തമായ ആക്രമണം നടത്തി. പക്ഷേ സൗദി അറേബ്യ തടുത്തു നിർത്തി. അപ്പോൾ ആദ്യ പകുതിയിൽ സൗദി 40-ാമത്തെ മിനിറ്റ് ഗോളടിച്ച് മുന്നിലേറിയതോടുകൂടി ഉറുഗ്വ പരക്കം പാഞ്ഞു ഒപ്പമെത്താൻ, ഗോളടിക്കാൻ. രണ്ടാമത്തെ പകുതിയിൽ അത് കൃത്യമായി ആക്രമണങ്ങളായിരുന്നു ഉറുഗ്വയുടെ. പക്ഷേ സൗദി ഡിഫൻസ്, സൗദിയുടെ പ്രതിരോധം തടഞ്ഞു നിർത്തി അവയൊക്കെ. പ്രത്യേകിച്ച് മുഹമ്മദ് ഉവൈസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പോരാട്ടം, സൗദി അറേബ്യയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഫലം കണ്ടു എന്ന് തന്നെ പറയണം. 80-ാമത്തെ മിനിറ്റിൽ ഒരു ഗോളടിച്ചു എന്നതൊഴികെ ഉറുഗ്വയുടെ ആക്രമണത്തെ, തിരമാലകൾ പോലെയുള്ള ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ മുഹമ്മദ് ഉവൈസിനും കൂട്ടർക്കും കഴിഞ്ഞു. തീർച്ചയായിട്ടും സൗദി അറേബ്യയ്ക്ക് അഭിമാനിക്കാം. ഉറുഗ്വയ്ക്ക് നിരാശയാണ്. സൗദിയെ തോൽപ്പിച്ച് 3 പോയിന്റ് എടുക്കാമെന്ന് കരുതിയ ഉറുഗ്വയ്ക്ക്, മാർസലോ ബിയൽസയുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിരാശയാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ഗ്രൂപ്പിലെ മറ്റ് 2 ടീമുകൾ സ്പെയിനും കേപ്പ് വെർദെയുമാണ്. നേരത്തെ കേപ്പ് വെർദെ അതിഗംഭീരമായി സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ 4 ടീമുകൾക്കും, സൗദി അറേബ്യയ്ക്കും ഉറുഗ്വയ്ക്കും കേപ്പ് വെർദെയ്ക്കും സ്പെയിനും ഈ ഗ്രൂപ്പിൽ ഓരോ പോയിന്റുകൾ വീതമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 2 മത്സരങ്ങളും ഈ 4 ടീമുകൾക്കും അതിനിർണായകമാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് വളരെ രസകരമായ, ആവേശകരമായ ഒരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.